നാരായണ 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 നാരായണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്താൻ ശ്രമിക്കുകയാണ്. നാരായണീയം 43-ാമത്തെ ദശകം ഇന്ന് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ശ്രമിക്കണം. പലവട്ടം പല വിഘ്നങ്ങളും വരുന്നത് കാരണം ഇടയ്ക്ക് ഇതേപോലെ പോസ്റ്റിങ് സാധിക്കാറില്ല. എന്നാലും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ സാധിക്കുന്നതും വീണ്ടും ഈ ദശകങ്ങൾ ചൊല്ലാൻ സാധിക്കുന്നതും എന്തെങ്കിലും അറിവ് പോലെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതും ഒക്കെ ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ സജ്ജനങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹം, ഭഗവാന്റെ ആ കാരുണ്യം എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ വഴി കാണിച്ചുകൊണ്ട്, എൻ്റെ മുന്നിൽ ശരിയായ മാർഗം കാണിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ആരംഭിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കും. ഹരി. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല, പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നിൻ. ഓം ജനകായ നമ, ഓം ജനയിത്രൈ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് നാരായണീയം 42-ാമത്തെ ദശകം വരെയാണ്. 42-ാമത്തെ ദശകത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ശകടാസുര വധം എന്ന് പറയുന്ന പ്രകരണമാണ് കഴിഞ്ഞത്. ഇനി ഈ ഭാഗവതത്തിൽ അടുത്തതായി പറയുന്ന കഥ, അല്ലെങ്കിൽ ഭഗവാന്റെ കാൽക്കൽ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട്, ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്, വൈകുണ്ഠത്തിലേക്ക് എത്താൻ തിടുക്കം കൂട്ടിക്കൊണ്ട് അടുത്തതായിട്ട് വന്ന അസുരൻ. ആ വരിയിൽ, ആ നിരയിലുള്ള അടുത്ത ആള് തൃണാവർത്തനാണ്. ആ തൃണാവർത്തനെ ഭഗവാൻ അനുഗ്രഹിച്ച, മോക്ഷം നൽകി അനുഗ്രഹിച്ച കഥയാണ് ഇന്ന് 43-ാമത്തെ ദശകത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതേപോലെ അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ചെറുതായി ഒരു ആമുഖം പോലെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ അധ്യായം അതേ ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കും. തൃണാവർത്തവധം കഥ വരുന്നത് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഭഗവാന് അധികം പ്രായമൊന്നും ആയിട്ടില്ല. കാരണം 44-ാമത്തെ ദശകത്തിലാണ് നമുക്ക് നാമകരണം കാണാൻ സാധിക്കുക. അപ്പോൾ 1 വയസ്സായിട്ടില്ല എന്നർത്ഥം. അത്ര ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ ഉണ്ണിയായിട്ടിരിക്കുന്ന സമയത്ത് ആദ്യം പൂതന വന്നു, പിന്നെ ശകടാസുരൻ വന്നു, ഇപ്പതാ 3-മതായിട്ട് തൃണാവർത്തൻ വന്നു എന്നാ ഈ കഥയുടെ ആ ഒരു പശ്ചാത്തലമായിട്ട് പറയുന്ന സമയത്ത് പറയണ, ഒരു ദിവസം യശോദ ഉണ്ണിയെ എടുത്തുകൊണ്ട് കളിപ്പിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ണിക്ക് ഭാരം വളരെയധികം വർദ്ധിച്ചു എന്നാണ്. സാധാരണ ഉണ്ടാവണ ആ അളവിലധികം, അല്ലെങ്കിൽ ഉണ്ണിക്ക് സാധാരണ എടുത്ത് നടക്കുന്ന സമയത്തൊന്നും അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് ഉണ്ണിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വല്ലാതെ ഭാരം വർദ്ധിക്കണ പോലെ അനുഭവപ്പെട്ടു എന്നാണ്.
അപ്പോൾ അമ്മയുടെ കൈയൊക്കെ കഴയ്ക്കാൻ തുടങ്ങി. ഉണ്ണിയെ എടുത്ത് നിൽക്കാൻ പറ്റണില്ല എന്ന് തോന്നിയപ്പോൾ താഴെ നിലത്ത് മെത്ത വിരിച്ച് അതിൻ്റെ മുകളിൽ ഉണ്ണിയെ കിടത്തി എന്നാണ് പറയണത്. എന്നിട്ട് ഇത് എന്തേ ആവോ ഇങ്ങനെ വരാൻ കാരണം എന്ന് ചിന്തിച്ചിട്ട് അമ്മ ഉള്ളിലേക്ക് പോയി എന്നാണ് പറയണത്. ഇങ്ങനെ നിന്ന സമയത്ത് ആ യശോദ കൂടെ ഇല്ലാത്ത സമയം അതായിരുന്നു അസുരനും കാത്തിരുന്നിരുന്നത് എന്നാണ്. പെട്ടെന്ന് ഗോകുലത്തിലെ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വല്ലാണ്ട് ശബ്ദകോലാഹലങ്ങളും അതേപോലെ വല്ലാതെ ആ ശക്തിയോടുകൂടി കാറ്റടിക്കാനും എല്ലാം കൂടി തുടങ്ങി. ആ പൊടിപടലങ്ങളൊക്കെ ആ അന്തരീക്ഷത്തിൽ വന്നു. അങ്ങനെ പെട്ടെന്ന് അവിടെ തൃണാവർത്തൻ എന്ന് പറയുന്ന ആ അസുരൻ ദാനവൻ അവിടെ രംഗപ്രവേശം ചെയ്യുകയാണ്. എങ്ങനെയാണ് ആ ഭഗവാനെ, ആ മെത്തയിൽ കിടക്കുന്ന ഭഗവാനെ പെട്ടെന്ന് ഈ അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലാണ് വരുന്നത് തൃണാവർത്തൻ. അങ്ങനെ വന്നും കൊണ്ട് ആ ഭഗവാനെ അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് പറയണത്. ആ മെത്തമേൽ കിടത്തിയിട്ടുണ്ടായിരുന്ന ഭഗവാനെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ആകാശത്തേക്ക്. ഇങ്ങനെ എങ്ങനെയുള്ള ഭഗവാനെയാണ് അപഹരിച്ചത് എന്ന് ഇവിടെ മേൽപ്പത്തൂര് വളരെ ഭംഗിയായിട്ടൊരു പ്രയോഗം കൂടി ഉണ്ട് കേട്ടോ. എന്താ, എല്ലാവരുടെയും മനസ്സ്, ഭക്തന്മാരുടെ മനസ്സ് കവരണ ഭഗവാനെ, ഭഗവാന്റെ തന്നെ ആ ഭക്തനായിട്ടുള്ള ഇവിടെ ആ ഭഗവാന്റെ മോക്ഷം, ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം ആഗ്രഹിക്കണ ആ ഭൃത്യനായി കൊണ്ടുള്ള ആ തൃണാവർത്തൻ ഇവിടെ ഭഗവാനെ അപഹരിച്ചു എന്നാ. എല്ലാവരുടെയും മനം കവരണ ഭഗവാനെ ഇതാ കവർന്നും കൊണ്ട് ഒരു അസുരൻ. അതിനും ശ്രദ്ധിക്കണല്ലേ ഭാഗ്യം. എന്തായാലും തൃണാവർത്തൻ അവിടെ ഭഗവാനെ കവർന്നു കൊണ്ടുപോവുക ചെയ്യണത്. ഇങ്ങനെ കണ്ട സമയത്ത് പെട്ടെന്ന് പൊടിപടലങ്ങളും പറഞ്ഞല്ലോ, ആ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വന്ന സമയത്ത് അന്തരീക്ഷം ആകെ അസ്വസ്ഥായി. ആ ഗോപന്മാർക്ക്, മറ്റുള്ള ഗോപസ്ത്രീകൾക്ക് ഒന്നും കാണുന്നില്ല. ആകെ പൊടിപടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിൽ ആയ ആ അവസ്ഥയിൽ പെട്ടെന്നാണ് യശോദ ഈ ഒരു അന്തരീക്ഷത്തിലെ മാറ്റം കണ്ടപ്പോൾ പെട്ടെന്ന് പേടിയായി. കാരണം ഉണ്ണി അവിടെ കിടത്തിയിട്ട് പോന്നതാണ്. അപ്പോൾ വേഗം ഏതൊരു അമ്മയും പോലെ തന്നെ ആ ഉണ്ണിയുടെ അടുത്തേക്ക് ഓടിയ സമയത്ത് കിടത്തിയ സ്ഥാനത്ത് ഭഗവാനെ കാണാനില്ല. അപ്പോഴേക്കും ആകെ പരിഭ്രമിച്ചു, അവിടെ നിലവിളിക്കാനൊക്കെ തുടങ്ങി എന്നാണ് പറയണത്. ഇവിടെ ആവട്ടെ തൃണാവർത്തൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് എങ്ങനെയാണോ അനുഭവപ്പെട്ടത് അതേപോലെ തന്നെ അസുരനും അനുഭവപ്പെടാൻ തുടങ്ങിയെന്ന. എന്താ, ഭഗവാന്റെ ഭാരം ആ തൃണാവർത്തൻ തന്നെ എടുക്കാനുള്ള ആ സമയമായ സമയത്ത് ഭഗവാൻ ആ ഭാരം പാകത്തിനുള്ള രീതിയിലായി എന്നുണ്ടെങ്കിലും എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞ സമയത്ത് തൃണാവർത്തനായാലും ഭാരം സഹിക്കാൻ സാധിക്കാത്ത വണ്ണം ഭഗവാന്റെ ആ ഭാരം അവിടെ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ വർദ്ധിപ്പിച്ച സമയത്ത് തൃണാവർത്തനായാലും ബുദ്ധിമുട്ട് വന്നു എന്നാ. ഇപ്പം നമ്മൾ യശോദയുടെ കാര്യം പറയുന്ന സമയത്ത് ഭഗവാന്റെ അമ്മയാണ്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത്, എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഭാരം കൂടിയത് എന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഭഗവാൻ ഇവിടെ ഇങ്ങനെ ഒരു ലീല ഉദ്ദേശമുണ്ട് അല്ലേ. ആ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ അവിടെ മോക്ഷം കൊടുക്കണം, തന്നെ വധിക്കാൻ വരുന്ന അസുരന് അവിടെ മോക്ഷം കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഭഗവാനുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കാര്യം. ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില സംഭവങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ നടന്നു എന്ന് വരും. ഇത് എന്തുകൊണ്ടേ അങ്ങനെ വന്നത്, അതെന്തേ ഞാൻ കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്തുവെങ്കിലും അതെന്തേ വിപരീതമായിട്ട് എനിക്ക് വന്നത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഭഗവാൻ അതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുന്ന. ഭഗവാന് തെറ്റ് സംഭവിക്കില്ല. അപ്പോൾ ഭഗവാന്റെ ആ ഉദ്ദേശം അല്ലെങ്കിൽ പ്ലാൻ എന്താണോ അതിനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക, ഭഗവാനിലെ മനസ്സ് സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ മാർഗം എന്താ വെച്ചാൽ ഭഗവാൻ തന്നെ കാണിച്ചോളൂ. എന്തെങ്കിലും ഭഗവാൻ ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ ഇവിടെ അതാണ് ആ ഭാരം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ടായി യശോദയ്ക്ക് അപ്പം കാര്യം പിടികിട്ടിയില്ല, പക്ഷേ ഭഗവാൻ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്തായാലും യശോദയ്ക്ക് വന്ന പോലെ തന്നെ തൃണാവർത്തനും ഇവിടെ ആ ഭഗവാന്റെ ഭാരം സഹിക്കാൻ വയ്യാണ്ട് ബുദ്ധിമുട്ടിലായി. അങ്ങനെ ആ തൃണാവർത്തൻ ബുദ്ധിമുട്ടിൽ വന്നു. അവിടെ ആ തൃണാവർത്തന വേദനയും കാര്യങ്ങളൊക്കെ, അതായത് ഭഗവാന്റെ ആ ഭാരം സഹിക്കാൻ വയ്യാത്തത് കാരണം ഉണ്ടായ ആ അസ്വസ്ഥത കാരണം പെട്ടെന്ന് ആ അദ്ദേഹത്തിൻ്റെ ആ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു ശക്തി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കുറച്ച് നേരത്തിന് അവിടെ നിലച്ചു എന്നാണ് പറയണത്. ആ ശബ്ദവും കാര്യങ്ങളും പൊടിപടലങ്ങളും ഒന്ന് തൽക്കാലം ഒന്ന് ശാന്തി ഉണ്ടായി. ആ സമയത്താണ് ഗോപന്മാരെന്താ കേൾക്കണത്, യശോദ നിലവിളിക്കണത്. ആ ശബ്ദകോലാഹലങ്ങൾ ഒന്ന് മാറിയപ്പോഴാണ് യശോദയുടെ നിലവിളി കേൾക്കണത് എന്നാ. അപ്പോൾ എല്ലാവരും അവിടെ ചെന്നു. എന്തേയാവോ യശോദ വീണ്ടും കരയണത്. എന്താ വീണ്ടും കരയണമെന്ന് പറയാൻ കാരണം ഇതിനു മുമ്പ് ഇപ്പോൾ 2 പ്രാവശ്യം ഉണ്ടായില്ലേ. ആദ്യം പൂതന വന്നിട്ട് ഉണ്ണിയെ വധിക്കാൻ നോക്കി, അന്നൊരു വലിയ അപകടം ഒഴിഞ്ഞുപോയി. അതേപോലെ തന്നെ വീണ്ടും ശകടാസുരൻ വന്നു, അപ്പോഴും യശോദയ്ക്ക് പരിഭ്രമമായിരുന്നു. ഇപ്പം എന്തേയാവോ വീണ്ടും പരിഭ്രമിക്കാൻ കാരണം, ഇവിടെ അന്തരീക്ഷം അതേ ആകെ മാറിയിരിക്കണമെന്ന് കണ്ടുകൊണ്ട് ഗോപന്മാരെല്ലാവരും അങ്ങോട്ട് ചെന്നു എന്നാ. അപ്പോഴാണ് കാണുന്നത്, എന്താ യശോദ പറയുമ്പോൾ അറിയണു ഉണ്ണിയെ കാണാനില്ല.
ഇപ്പം എല്ലാവർക്കും സങ്കടമായി എന്നാ. കാരണം എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് അല്ലേ. നമ്മളിതിന് മുമ്പുള്ള ദശകത്തിൽ പറഞ്ഞതാണ്, സദാസമയവും ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഈ കണ്ണനെ വാത്സല്യിക്കാനേ നേരമുള്ളൂ. വേറുള്ള ജോലിക്കൊന്നും അവർക്ക് മനസ്സിന് തൃപ്തി കിട്ടണില്ല. സദാസമയവും ഭഗവാന്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം. അങ്ങനെയുള്ള ആ ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമായി, ഭഗവാനെ കാണാനില്ല, ഭഗവാനെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കണു ആരോ എന്ന് കണ്ട സമയത്ത് അവർക്കും ഭയങ്കര വിഷമായി. അങ്ങനെ അവരും വിഷമിച്ച് അവിടെ കരയാനും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നാണ് പറയണത്. എന്നാ ഈ സ്ഥാനത്ത് അവിടെ അസുരനാകെ ഇപ്പൊ ബുദ്ധിമുട്ടിലായി എന്നാ. പറഞ്ഞല്ലോ, ഭഗവാന്റെ ഭാരം സഹിക്കാൻ സാധിക്കണില്ല. ഭഗവാനാണെങ്കിൽ എന്ത് ചെയ്തു, ഈ അസുരന്റെ കഴുത്തിന്റെ മുകളിൽ കയറി പിടിച്ചു എന്നാ. ഇങ്ങനെ പിടിച്ച സമയത്ത് ഭഗവാന് മുക്തി കൊടുക്കാൻ, അഥവാ ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അസുരൻ ഇവിടെ വന്നത്. അത് സാധിക്കണില്ല എന്ന് മാത്രമല്ല, അപ്പൊ ഭഗവാന്റെ കൈകളിൽ നിന്നും മുക്തി തനിക്ക് കിട്ടണില്ല. ഇങ്ങനെയായി ഇപ്പോൾ അസുരന്റെ അവസ്ഥ. കാരണം ഭഗവാൻ കഴുത്തങ്ങോട്ട് മുറുക്കി പിടിച്ചിരിക്കുന്നു എന്നാ. ഇപ്പോൾ ആ പിടുത്തത്തിൽ നിന്ന് തനിക്ക് മോചനമില്ല എന്ന് കാണുകയാണ്. ഇങ്ങനെ തനിക്ക് ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ട സമയത്ത് ആ അസുരൻ അവിടെ നിലം പതിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാനെയും കൊണ്ട് തന്നെ അവിടെ ആകാശത്തുനിന്ന് പെട്ടെന്ന് അങ്ങോട്ട് നിലത്ത് വന്ന് വീണു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കണ ആ ഗോപന്മാർക്ക് പെട്ടെന്ന് അടുത്തുള്ള ആ പാറയുടെ മുകളിൽ നിന്ന് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു എന്നാ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദാ വലിയ മല പോലെ ഒരു അസുരൻ അതിൻ്റെ മുകളിൽ ചത്ത് കിടക്കണു. അവരാകെ പരിഭ്രമിച്ചു. പക്ഷെ ആ പരിഭ്രമം പെട്ടെന്ന് പുഞ്ചിരിയായി മാറിയെന്നാ. കാരണം എന്താ, ആ അസുരന്റെ കഴുത്തിന്റെ മുകളിലുണ്ട് പറ്റിപ്പിടിച്ചും കൊണ്ട് ചിരിച്ചും കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചും കൊണ്ട് ഒരു ഉണ്ണി അവിടെ കിടന്ന് കളിക്കുകയാണെന്നാ. ഗുരുവായൂരപ്പൻ അത്രയും വിഷമത്തിലിരിക്കണ ആ ഗോപന്മാർക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടണ പാകത്തിന് ആ ഭഗവാന്റെ പുഞ്ചിരി, മന്ദഹാസം. അങ്ങനെ ഭഗവാൻ അവിടെ പുഞ്ചിരിച്ച് കളിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ആശ്വാസമായി. പിന്നെ ആ സംശയമൊന്നും ഉണ്ടായില്ല. ആ ദുഷ്ടനായിട്ടുള്ള ദാനവന്റെ നെഞ്ഞത്ത് അവിടെ കിടക്കണ ആ ഭഗവാനെ കളിച്ച് ചിരിച്ചും കൊണ്ട് കയ്യൊക്കെ അടിച്ചും കൊണ്ട് കളിച്ച് കിടക്കണ ആ ഭഗവാനെ പെട്ടെന്ന് ഓടിച്ചെന്ന് ഗോപന്മാരെല്ലാവരും എടുത്തു എന്നാ. എങ്ങനെയാ, ഇവിടെ വളരെ ഭംഗിയായിട്ട് മേൽപ്പത്തൂർ ഒരു ഉപമ പറയുന്നുണ്ട്. എന്താ, ഒരു ഗിരി, ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു രത്നം എങ്ങനെയാണോ എടുക്കുന്നത്, പറയാറുണ്ടല്ലോ ഭഗവാൻ ശ്യാമസുന്ദരൻ എന്നാണ് പറയുക ഭഗവാനെ. ഭഗവാന്റെ ആ ത്വക്കിന്റെ നിറം, അതിനെ കാർമേഘത്തിന്റെ നിറവുമായിട്ടാണ് കവികളൊക്കെ ഉപമിക്കാറുള്ളത്. അങ്ങനെയുള്ള ആ നിറം, ശ്യാമസുന്ദരനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ ആ ശ്യാമ സൗന്ദര്യം തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ മേൽപ്പത്തൂർ പ്രയോഗം. നീലരത്നം എന്നാണ് പറയുന്നത് അല്ലെ, നീലക്കല്ല്. അതല്ലേ നമ്മൾ ഈ ചാനലിന്റെ പേരായാലും അതാണ്. ഭഗവാനെ സമർപ്പിച്ചും കൊണ്ടുള്ള ഈ ഒരു ആരാധനയുടെ പേരും നീലക്കല്ല് എന്നാണ്. നീലക്കല്ല് എന്ന ഭഗവാനെയാണ് സംബോധിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മലയുടെ മുകളിൽ നിന്ന്, മല എന്ന് പറയുന്നത് അസുരനെയാണ് ഇവിടെ ഉപമിക്കുന്നത്, ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു രത്നം, ഒരു നീലരത്നം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോരുന്ന പോലെയാണ് ഗോപന്മാര് ആ ഭഗവാനെ ആ അസുരന്റെ മേലിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രയോഗം. എന്തായാലും ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് ശേഷം അപ്പോഴും അതെ, അവർക്ക് ആകെ പരിഭ്രമാണ്. എന്താണ്, ഭഗവാന് കേടൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഭഗവാന് വേദനയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ എന്താ, ഭഗവാൻ അവിടെ കളിച്ച് ചിരിച്ചും കൊണ്ട് ഒരു ഗോപന്റെ കയ്യിൽ നിന്ന് അടുത്ത ഗോപന്റെ കയ്യിലേക്ക്, അടുത്ത ഗോപന്റെ കയ്യിലേക്ക്, അവിടെ മറ്റുള്ള ഗോപസ്ത്രീകൾ യശോദ മുതലായവർക്കാണെങ്കിൽ പരിഭ്രമാണ്, ഭഗവാന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ഭഗവാൻ എടുത്തു കഴിയുമ്പോഴേക്കും, ഭഗവാന്റെ ആ കളിയും ചിരിയൊക്കെ കാണുമ്പോഴേക്കും അവർക്കും വീണ്ടും ആനന്ദമാണ്. ഇങ്ങനെ എല്ലാവർക്കും ആനന്ദം പ്രദാനം ചെയ്തും കൊണ്ട് ഭഗവാൻ അവിടെ ആ സുഖിച്ച് അല്ലെങ്കിൽ കളിച്ചും കൊണ്ട് അവിടെ വിരാജിച്ചു എന്നാണ് പറയുന്നത്. അസുരന്റെ കഥ പറയുന്നുണ്ട്. എന്താ, ആ അസുരന് അവിടെ മോക്ഷം സിദ്ധിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ അസുരന്മാരുടെയും വധത്തിന്റെ കാര്യം പറയണ പോലെ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ആ ഭഗവാന്റെ കൈകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ അസുരൻ അവിടെ മോക്ഷം സിദ്ധിക്കുകയാണ്. ഇപ്പൊ മേൽപ്പത്തൂർ പറയുന്നുണ്ട്, ഏത് രൂപത്തിലുള്ള ആ അസുരനാണ് ഇവിടെ വന്നത്? ഇപ്പോൾ കാറ്റായിട്ടാണല്ലേ വന്നത്, ചുഴലിക്കാറ്റായിട്ടാണ് വന്നത്. അപ്പോൾ വാദദോഷം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള വായു, പലതരം വായുകളുണ്ട് നമ്മളുടെ ഉള്ളിൽ. അധോവായു, പ്രാണവായു, മറ്റുള്ള പല വായുകളും പറഞ്ഞിട്ട് 5 തരത്തിലൊക്കെയാണ് പറയുക. അങ്ങനെയുള്ള ആ വാദത്തിന്റെ രൂപത്തിലാണ് ഇവിടെ അസുരൻ വന്നത്. ആ വാദത്തിന്റെ രൂപത്തിൽ വന്ന അസുരൻ അവിടെ മോക്ഷം കൊടുത്ത ഭഗവാനെ, അടിയന്റെ വാദരോഗം എന്താണ് അവിടുന്ന് ഇതുവരെ മാറ്റാത്തത് എന്നാണ് ഇവിടെ മേൽപ്പത്തൂരിന്റെ ആ ഒരു വിഷമം, ഒരു കംപ്ലൈന്റ്.
എന്തായാലും ഭഗവാനോട് പറയണു, ഇതിലധികം ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ മനസ്സ് സമർപ്പിച്ചും കൊണ്ട് ഭക്തിയോടുകൂടി ഞാൻ അവിടുത്തെ ആരാധിക്കണു, അവിടുത്തെ പ്രകീർത്തിച്ചും കൊണ്ട് ഈ കൃതി എഴുതുകയാണ് അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സ് അവിടുത്തെ മാത്രം സമർപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിലധികം ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അസുഖങ്ങളെല്ലാം, എൻ്റെ മനസ്സിലെ ക്ലേശങ്ങളെല്ലാം, എൻ്റെ ശരീരത്തിലെ ക്ലേശങ്ങളെല്ലാം നിശേഷം മാറ്റിത്തരണേ ഹേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ തൃണാവർത്തവധം എന്ന് പറയുന്ന കഥ പറയണ 43-ാമത്തെ ദശകം മേൽപ്പത്തൂർ ഇവിടെ സമർപ്പിക്കുന്നത്. എന്തായാലും നമ്മളിതിന് മുമ്പ് കേട്ടു പൂതന എന്നുള്ള അസുര സ്ത്രീനെ കുറിച്ച്, അതേപോലെ ശകടാസുരനെ കുറിച്ച്, ഇപ്പോൾ തൃണാവർത്തനെ കുറിച്ച്. പല തരത്തിലുള്ള രൂപത്തിലുള്ള ഭാവത്തിലുള്ള ആപത്തുകൾ വരുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സദാ രക്ഷയാണ്. അല്ല, രക്ഷ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ കൂടെ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവാധീനം ഉണ്ടാവാനുള്ള പാകത്തിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഭഗവാനിൽ ഭക്തിയാണ് നമുക്ക് ഉറക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധി ആയാലും ശരി നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും, നമുക്ക് വീണ്ടും ഉയരാൻ സാധിക്കും, നമുക്ക് വീണ്ടും മുന്നോട്ട് ആ കാല് വയ്ക്കാൻ സാധിക്കും എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ അധ്യായോടെ ഭഗവാന്റെ കൃപ പോലെ ആ ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഢാധിരൂഢഗരിമാണമപാരയന്തി മാതാനിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടതഗൃഹേഷു നിവിഷ്ടശങ്കാം. താവദ്വിദൂരമുപകർണിതഘോരഘോഷവ്യാജൃംഭിപാംസുപടലീ പരിപൂരിതാശ വാദ്യാവപുസ്സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാരജനമാനുഷഹാരിണം ത്വാം. ഉദ്ദാമപംസുതിമിരാഹതദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ. ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോദ. താവത്സദാനവവരോऽपि च दीनमूर्ति भावत्कभारपरिधारणलूनवेग. सङ्कोचमापतदनुक्षतपांसुघोषे घोषे व्यतायत भवज्जननी निनाद. रोदोपकर्णनवशादुपगम्य गेहं क्रन्दत्सु नन्दमुखगोपकुलेषु दीन. त्वां दानवस्त्वखिलमुक्तिकरं मुमुक्षु त्वय्यप्रमुञ्जति पपातवियत्प्रदेशान्. रोदाकुलास्तदनुगोपगणा बहिष्ठपाषाणपृष्ठभुवि देहमतिस्थविष्ठं प्रैक्षन्दहन्दनिपदन्दममुष्य वक्षस्य क्षीणमेव च भवन्दमलं हसन्तम्. ग्रावप्रपातपरिपीतगरिष्ठदेह भ्रष्टासु दुष्टदनुजोपरिधृष्टहासम्. आघ्नानमम्बुजकरेण भवन्दमेत्य गोपादधुर्गिरिवरादिव नीलरत्नम्. एकैकमाशु परिगृह्य निगामनन्दन् नन्दादिगोपपरिरब्धविचुम्बिताङ्गम्. आदातु कामपरिशङ्कितगोपनारी हस्ताम्बुजप्रपतितं प्रणुमो भवन्दं. भूयोऽपि किं नु कृणुमप्रणदार्तिहारी गोविन्द एव परिपालयतात्सुतं न. इत्यादि मातरपितृप्रमुखैस्तदानीं सम्प्रार्थितस्त्वदवनाय विभो त्वमेव. वातात्मकं तनुजमेव मयि प्रधुन्वन् वादोद्भवान् मम गदान् किमुनोधुनोषि. किं वा करोमि पुनरप्यनिलालयेशा निःशेषरोगशमनं मुहुरर्दये त्वां. ഗുരുവായൂരപ്പ ശരണം.